മാർക്കറ്റിൽ കിട്ടുന്ന സാധനം ഇത് വിസ്പർ ചോയ്സ്. നിങ്ങൾക്ക് അറിയാലോ, ലേഡീസോട് കൂടുതൽ പറഞ്ഞതിന്റെ ആവശ്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ ഒരു പാഡിന്റെ വിങ്സിന്റെ വീതി അല്ലേ, ചിലത് വിങ്സ് കൂടുതലുണ്ടാവും. വിങ്സ് വെച്ചാൽ കുറച്ചുകൂടെ വിസ്താരത്തിൽ കിട്ടണം. അതിന്റെ കാര്യം വേറൊന്നുമല്ല, സ്ത്രീകളെ സംബന്ധിച്ചോളം പണ്ടത്തെ പോലെ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങി പല പ്രവർത്തികളും ജോലിയൊക്കെ പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചോളം പ്രവർത്തിക്ക് പോകാൻ ഒരാഴ്ച നിൽക്കാനാവില്ല. സ്വാഭാവികം ഉണ്ടാവും ഇത് വെച്ചുകൊണ്ട് ഡ്രസ് കൊണ്ട് പോകും. പക്ഷെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച ടെൻഷനാണ്. കാരണം ബ്ലഡ് പുറത്ത് കാണുമോ, വേക്കുന്നവരെയും കാണുമോ, വേക്കിൽ നമ്മൾ കാണൂല, വേറെ ആരെയും കണ്ടെന്നെ പറയുമോ, ഈ ഒരു പേടി ഇവിടെ നടക്കുക. സ്വാഭാവികം അതിന്റെ ഇറിറ്റേഷനും ടെൻഷനും എല്ലാവർക്കും ഉണ്ടാവും. സ്വാഭാവികം ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ടെൻഷൻ കൊണ്ട് ഇവരെ സംബന്ധിച്ചോളം ടെൻഷൻ ഉണ്ടാക്കി എവിടെ ബാധിക്കും? ഞാൻ പറഞ്ഞു നേരെ ലിവറിനെ ബാധിക്കും. ടെൻഷൻ കൂടി കഴിഞ്ഞാൽ ലിവറിനെ നശിപ്പിക്കില്ല. അപ്പോ ഈ പറയുന്ന ഒരു പാഡ് എന്നാൽ നമ്മളെ മറ്റൊരു പാഡാണ് ഓൺ ആൻഡ് ഓൺ ന്യൂ വുമൻ. ഇത് നമ്മളെ സംബന്ധിച്ചോളം നല്ല പാക്കിങ്ങിലാണ് വരുന്നത്. ഇത് ഫ്രണ്ടിലേക്കും പിറകിലേക്കൊക്കെ ഒരുപാട് നീളത്തില് കുറച്ചുകൂടെ വൈഡായിട്ടുള്ള ഏരിയ ഉണ്ട് നമ്മളെ ഈ പ്രോഡക്റ്റിന്. അപ്പോ കണ്ട കാഴ്ചക്ക് ഇതാണ് അനിയോൺ സ്ട്രിപ്പ് എന്ന് പറയുന്ന സാധനം. ഇതാണ് ഒരു നീല കളറാണ് അനിയോൺ സ്ട്രിപ്പ്. ഈ സാധനം കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് മോശപ്പെട്ട എയറോബിക് ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതാണ്. ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഇതിനുണ്ട്. അതുപോലെ നല്ല നെഗറ്റീവ് അയൺസ് നന്നായി ക്രിയേറ്റ് ചെയ്ത് പോസിറ്റീവ് എനർജി ക്ലിയർ ചെയ്യാൻ പറ്റും. സാറേ ഇത്ര വേണ്ട സാർ, ഒന്നും കൊണ്ടിട്ടോ. ഒരേ സമയത്ത് രണ്ടും ഒരേ സമയത്ത്. കാരണം ഒന്ന് എടുത്ത് പൊക്കി പിടിക്കുക വന്നിട്ട് ഒരേ സമയത്ത് രണ്ടാളും ഒരേ സമയത്ത് മുക്കിയാൽ മതി. ഒരേ സമയത്ത് മുക്കി പിടിച്ചോ. നല്ലോണം താത്തി വെച്ചോ. ഓക്കെ, റൈറ്റ്. നല്ലോണം താത്തിക്കോ. റമീസ് സാറെ കയ്യിലുള്ളത് നമ്മുടെ സാനിറ്ററി പാഡാണ്. സിദ്ദിഖ് സാറെ കയ്യിലുള്ള ഓക്കെ നല്ലോണം താത്തി വെച്ചോ. അപ്പോ നമ്മളെ രണ്ടാളെയും കയ്യിലുള്ള പാഡുകൾ രണ്ടാളും മുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കിയാൽ മതി. അതിന് പൊളിച്ചല്ലേ നമ്മള് എത്ര വലിയ എടുത്തുകൾ ക്ലാസ് നിറച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അത് നിങ്ങൾ നോക്കിയിരുന്നോ? ഇപ്പൊ രണ്ടുപേരെ ആളുകൾ നമ്മൾ വെള്ളം എടുത്തത് അത് നന്നായി മുക്കി വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ വെച്ചു, പ്രശ്നമില്ല. ഒരേ സമയത്ത് മുക്കാൻ നിങ്ങൾ സഹായിച്ചാൽ മതി. ഒന്ന് നോട്ടെ. രണ്ടു വെച്ചു, കുറച്ച് വെച്ചു. രണ്ടിലും അതിങ്ങനെ ആഗിരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സ്പീഡ് നോക്കിയാൽ മതി നിങ്ങൾ ഏതിലാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിസ്പർ ചോയ്സ് അല്ലേ, ഇത് നമ്മുടെ അതിന്റെ പേര് ഓൺ ആൻഡ് ഓൺ ന്യൂ വുമൻ. ഏതാണ് ഏറ്റവും ഫാസ്റ്റായി വെള്ളത്തിനെ വലിച്ചെടുക്കുന്നത് നോക്കിയാൽ മതി. ഏതാണ്? കണ്ട കാഴ്ചക്ക് ഏതാ? കാണുന്നില്ല. നമ്മൾ തീരാനേ അത് വലിച്ചു വരുന്നേ ഉള്ളൂ, കുറച്ച് ടൈം പിടിക്കും. അപ്പോ ഒരു ബ്ലീഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായി ആഗിരണം ചെയ്യപ്പെടുന്നത് അല്ലേ നല്ലത്? ഒന്നാമത്തെ കണ്ടീഷൻ അല്ലേ? കംപ്ലീറ്റ് ആയിക്കോട്ടെ. മറ്റേത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. നമ്മൾ ഏകദേശം കംപ്ലീറ്റ് കഴിഞ്ഞു. കുറച്ച് നിൽക്കട്ടെ, അതെ. അതിന്റെ അടുത്ത ക്വാളിറ്റി പറഞ്ഞിടാം. അപ്പൊ അബ്സോർബിങ് കപ്പാസിറ്റി, ഹൈ അബ്സോർബിങ് കപ്പാസിറ്റിയാണ്. ശരിക്കും ഇത്രയൊന്നും ബ്ലഡ് പോകുന്നില്ല. ഞാൻ കുറച്ച് കൂടുതൽ എടുത്താ ഇത്ര കുറച്ചൊക്കെ പോകുള്ളൂ. ഇനി അങ്ങനെ പോയാൽ പോലും ഹെവി ബ്ലീഡിങ് ഉണ്ടെങ്കിൽ പോലും
അബ്സോർബിംഗ് കപ്പാസിറ്റി ഹൈയാണ്. മറ്റേതാണെങ്കിലോ ഇതുവരെ വെള്ളത്തിന്റെ ലെവൽ നോക്കിയാൽ മതി, ഇത്രയേ പോയിട്ടുള്ളൂ. അത് കംപ്ലീറ്റ് ആക്കാം, രണ്ടും കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പറ്റും. അതെപ്പോൾ കംപ്ലീറ്റ് ആവും നോക്കാം. ഒന്നാമത്തെ ഗുണം അബ്സോർബിംഗ് കപ്പാസിറ്റി. ഇനി രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഡ്രൈനെസ് അല്ലെ വെറ്റായിട്ടുള്ള കണ്ടീഷൻ ഏതാണ് നല്ലത് നോക്കുന്നത്. നിലവിൽ ഉപയോഗിക്കുന്നതിന്റെ ഭയങ്കര നനവായിട്ട് എപ്പോൾ വളർത്തിട്ടുണ്ടാവും. ആ നനവായ സാധനം എവിടെയെങ്കിലും പ്രസ്സായി കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യും, ആ നനവ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ആയില്ല സാറേ? ലേഡീസ് ഒന്ന് വെറുതെ കൈമാറിയിട്ട് ഈ പാത്രം തൊട്ട് നോക്കണം, നനവുണ്ട് വെറുതെ നിങ്ങൾ പാസ് ചെയ്തിട്ട് ഈ പ്രതലം നനവ് അനുഭവപ്പെടുന്നത് കുറച്ചെത്തുമ്പോഴത്തേക്ക് ഇതിനുണ്ടാവില്ല, നനവ് അനുഭവപ്പെടുന്നത് നോക്കിയാൽ മതി. ആ പ്രതലം നനവുണ്ടോ, ഭയങ്കര നനവ് അനുഭവപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അതാണ് കുറച്ച് ടൈം കൂടെ വെള്ളം കുറച്ച് കൂടുതലാണ് എടുത്തത്, അത്രയും ബ്ലീഡിങ് ഉണ്ടാവില്ല. അല്ല ഒരേ അളവാണെങ്കിലും അത്രയും ബ്ലീഡിങ് പകുതിയൊക്കെ മതി, ഒരു ഗ്ലാസ് നിറച്ച് നിൽക്കണ്ട. ഇത് ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. ഇതിനകത്ത് ഇത്രയും വെള്ളം പിന്നെയും ബാക്കിയാണ്. ഓക്കെ, അതൊന്ന് കൈമാറിപ്പോയതിനു ശേഷം ഒന്ന് ഇതും കൈമാറിപ്പോയാൽ മതി. ഇത് തൊട്ട് വെക്കുന്നത് ഇനി ഇതാ, അതായത് ഞാൻ വലിയ ഞെക്കിയിടുന്നില്ല, എടുക്കുന്ന സമയത്ത് ചെറുങ്ങനെ പ്രസ്തായ സമയത്ത് തിരിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ആ സ്ഥാനം വെറുതെ ഞെക്കി നോക്കിയോ, പുറത്തേക്ക് വരുന്നുണ്ടോ? എന്താ സ്ഥിതി? നനവ് അനുഭവപ്പെടുന്നുണ്ടോ? പറ്റൂല, ഇടരുത്. ഈ സാധനം നിങ്ങൾ മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞാൽ മണ്ണോട് മണ്ണ് ചേർന്ന് ഇല്ലാതായി പോകും. പ്രകൃതിക്ക് ദോഷമില്ല, നമുക്ക് മാത്രമല്ല പ്രകൃതിക്ക് ദോഷമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഒരു ആന്റി ക്യാൻസറസ് പാർട്ടായിട്ട് നമുക്ക് പ്രവർത്തിക്കും. അതായത് സ്ത്രീകളെ സംബന്ധിച്ചോളം സ്ത്രീകളുടെ ആന്തരിക അവയവങ്ങൾക്ക് ക്യാൻസർ, ഗർഭപാത്ര ക്യാൻസർ, ഗർഭാശയ മുഴപോലത്തെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ, അതുപോലെ തന്നെ പ്രൈവസി പാർട്ടിൽ ചുറച്ചിലുകൾ, ഇച്ചിങ് ഒക്കെ പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ ബെസ്റ്റ് സാധനം. ഇതിനോടൊപ്പം സ്ത്രീകൾക്കുള്ള മറ്റൊരു പ്രൊഡക്റ്റാണ് പ്രൈവി വാഷ്. ഞാൻ പറയാറുണ്ട് പ്രൈവി വാഷ്. അപ്പൊ എന്നോട് എന്റെ മോളൊക്കെ പറയും, നിങ്ങൾ രാവിലത്തെ മോളി മിനിറ്റാത്തല്ല പറയുന്നെങ്കിൽ ഞാൻ പറയും മനുഷ്യന്മാർക്കുള്ള സാധനമല്ലേ പറയേണ്ടത്, ആണും കൊണ്ടായാലും മനുഷ്യന്മാരല്ലേ ഇവർക്കുള്ള അനുഭവങ്ങൾ പറയണ്ടേ. എന്റെ മോളൊക്കെ തമാശ വെക്കുന്നത്. പ്രൈവി വാഷ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചോളം ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനം സോപ്പുകൾ. കാരണം സോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാരാണ്, ഒരുതരം കാരാണ് സോപ്പ് അല്ലേ. കാരത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് ശരീരത്തിൽ ദോഷങ്ങൾ ഉണ്ടാവും. കാരം കൂടിയ സോപ്പാണ് അലക്ക സോപ്പ്. നമുക്ക് മേലുപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മേലുപയോഗിച്ച വലിയ ദോഷമില്ലാത്ത ഒരു സാധനമാണ് ടോയ്ലറ്റ് സോപ്പ്, ശരീരം ക്ലീൻ ആക്കാൻ. പക്ഷെ ശരീരം ക്ലീൻ ആക്കുന്ന സമയത്ത് മോയ്സ്ചറൈസിങ് പാർട്ട് നഷ്ടപ്പെട്ട് നമ്മുടെ സ്കിന്നിലുള്ള പ്രതിരോധം നശിച്ചു പോകും. അതുകൊണ്ട് കൂടുതൽ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ സോപ്പ് തേച്ച് കുളിക്കുന്നത് നല്ലതല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നമ്മുടെ മൈസൂരൊക്കെ പോയി കഴിഞ്ഞാൽ HD കോട്ടയ പോലത്തെ സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയുടെ കർഷകന്മാരുണ്ട്. കർഷക തൊഴിലാളികൾ ഒരു കുളിക്കില്ല, നാറിൽ എത്ര ദിവസം നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഓട്ടോറിക്ഷയിൽ 25 എണ്ണം കയറും. ഇവിടെ 4 ആളാണ് ഓട്ടോറിക്ഷയിൽ. ഞാൻ ഒരു ദിവസം എണ്ണി നോക്കുമ്പോൾ 18 ആണ് ഓട്ടോറിക്ഷ ഇറങ്ങിയത്. സത്യം ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കാൻ തീർന്നില്ല, ഇങ്ങനെ ഇറങ്ങി വരും. ഡ്രൈവർ സീറ്റിന്റെ 2 സൈഡിലും ചെറിയൊരു പെട്ടി പോലത്തെ അവിടെ ഇരിക്കും ഒരാൾ. അപ്പുറത്ത് കാല് വരുന്ന ബ്രേക്ക് ഇടുന്ന ഇടക്കണ്ടാണോ? സത്യം, നിങ്ങൾ അങ്ങനെ പോയി നോക്കിയാൽ മതി. ഞാൻ എപ്പോഴും വീഡിയോ എടുത്ത് കൊടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. എന്നിട്ട് ഇവര് ഓട്ടോറിക്ഷയുടെ ബാക്കില് ഒരു ഡിക്കി പോലത്തെ സ്ഥലം, ബാക്കിലുള്ള സീറ്റിന്റെ ബാക്കിലുള്ള സ്ഥലമില്ലേ, അവിടെ കാല് പുറത്തിട്ട് 4 എടുത്തിട്ടുണ്ടാവും. ഡിക്കിയിൽ അല്ലാണ്ട് ഇരുന്നുണ്ടാവും. ഡിക്കിയല്ല, ആ സ്ഥലത്ത് ഇരുന്നുണ്ടാവും. അല്ലാതെ ഇരുന്ന് ഓടി കൂടി ഇരുന്നത്. സീറ്റ് കുറവുണ്ടാവും, സീറ്റിന്റെ നിനക്ക് താഴെ ഉണ്ടാവും. ഞാൻ 18 എണ്ണം എണ്ണിയിട്ടുണ്ട്. എന്നോട് 18 കുറവാടാന്ന് ചങ്ങായി, ഇതിനേക്കാളും കൂടുതൽ വരും. എന്നാ ഇവരെ സ്ഥിതി, അവര് കയറി ഓട്ടോറിക്ഷ നമ്മൾ കയറിയാല് പിന്നെ മെഡിക്കൽ കോളേജിൽ നിർത്താൻ മതി, ബോധം കിട്ടിയെത്തു. സത്യം, അവർ കുളിക്കൂല. പക്ഷെ അവിടെ ഉള്ള ഒറ്റ ഒന്നിന് അസുഖം കണ്ടില്ലേ, ഒരു അസുഖം ഉണ്ടല്ലോ പയ്യന്മാർക്ക്. സ്കിന്ന് സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമില്ല. നമുക്കിവിടെ സ്കിന്നിന്റെ പ്രശ്നമില്ലേ, അവർക്കൊരു പ്രശ്നമില്ല. അവരെ നല്ല രസമാണ് ജീവിതം. പണിയെടുക്കുന്ന സ്ഥലത്ത് പണിസൈറ്റിൽ നിന്ന് അവരിട്ട ഡ്രസ്സാണ് കഴിച്ചു നോക്കും.
പിറ്റേ ദിവസം പിന്നെ എടുത്തു. അത് പോയി പിറ്റേ ദിവസം പിന്നെ എടുത്തു. അങ്ങനെ ഒരാഴ്ച തന്നെ പേര് ഓടിക്കും സാധനം. നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മളിവിടെ 2 നേരം തേച്ച് കുളിയാ മൊത്തം പ്രശ്നമാണ്. കാരണം വേറെ ഒന്നുമല്ല, കുളിച്ചുകൊണ്ട് മോശം വരുന്ന പറയുന്നില്ല, കുളി നല്ലതാണ്. തേച്ച് കുളി നല്ലതെന്ന് പറയും. കാരണം ശരീരത്തിൽ മോയ്സ്ചറൈസേഴ്സ് നഷ്ടപ്പെട്ടിട്ടല്ല ചെയ്യുന്നത്, അവിടെ ഓയിലുകളൊക്കെ ചേർന്ന് നമ്മളെ ഈർപ്പം നിലനിർത്തില്ല ചെയ്യുന്നത്. തേച്ച് കുളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ, നല്ല ടോയ്ലറ്റ് സോപ്പ് വാങ്ങിയിട്ട് ഉരച്ചിട്ട് ഒരു പ്രാവശ്യം ഉരച്ച് വെള്ളം ഒഴിച്ച് പിന്നെ ഉരച്ച് പിന്നെ കിരക്കരയെന്ന് പറയണോ തൊട്ടാല് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യം നശിപ്പിക്കില്ല. അങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം തേച്ച് കുളിക്കുന്ന നമ്മള് പ്രൈവസി പാർട്ട് നന്നായി ക്ലീൻ ചെയ്യും. പക്ഷെ പ്രൈവസി പാർട്ടിൽ അസിഡിക് pH വാല്യൂ വേണ്ടത്. നമുക്ക് മണ്ണിന്റെ ഘടനയൊക്കെ പറഞ്ഞ പോലെ അസിഡിക് pH വാല്യൂ നിലനിൽക്കേണ്ട സ്ഥലമാണ് സ്ത്രീയുടെ പ്രൈവസി പാർട്ട്. അല്ലെങ്കിൽ എന്തുണ്ട് അവിടെ അണുബാധ ഉണ്ടാകണം. ഒരു പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അസിഡിക് pH വാല്യൂ ആണ്. സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ പ്രൈവറ്റ് ഭാഷയിൽ അസിഡിക് pH വാല്യൂ നിലനിർത്തുന്ന സാധനം ഉള്ളത്. അതിനകത്തുള്ള സാധനം പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പം പറയും തള്ളണ്ടെന്ന് പറയും. ഒന്ന് തേങ്ങാപ്പാല. തേങ്ങാപ്പാൽ അസിഡിക് pH വാല്യൂ നിലനിർത്താൻ പറ്റുന്ന സാധനം. പക്ഷെ ഇതൊക്കെ നമ്മൾ പറയും തള്ളു. നിങ്ങൾ അതിനകത്തുള്ള ഓരോ കണ്ടന്റ് എടുത്ത് നോക്കിയാൽ മതി. അപാര റിസൾട്ട് സാധനമാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കൊക്കെ പറ്റുള്ളത്. പക്ഷെ സ്ത്രീകൾക്ക് അത് റെക്കമെൻഡ് ചെയ്യാം. നിർബന്ധമായിട്ടും ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതിന് പ്രൈവസി പറഞ്ഞ ഒരു കാരണവശാലും സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പാടില്ല. എന്നെ ഒന്നുമില്ലാതെ വെറും വെള്ളത്തിൽ കഴുകിയ പ്രശ്നമല്ല. അഥവാ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം ഉപയോഗിക്കാവൂ. എനിക്ക് തോന്നുന്നു വലിയ മാർക്കറ്റ് ചെയ്യാത്തൊരു സാധനം തോന്നുന്നു. അറിയാത്തതുകൊണ്ടായിരിക്കാം. എന്റെ വീട്ടിൽ മക്കൾക്ക് ഞാൻ സ്ഥിരമായി കൊടുക്കും. എന്റെ ഭാര്യയ്ക്കും മക്കൾക്ക് വന്നപാട് എടുത്തു കൊണ്ടുപോകും. നമ്മളൊന്ന് ഉപയോഗിക്കുന്ന കുറേ സാധനമൊക്കെ എന്റെ മോള് ഉപയോഗിക്കും. ഭയങ്കര റിസൾട്ട് ആവുന്നത്. 18 ഹെയർ കണ്ടീഷണർ വന്നോ നിർത്തും. ഞാനിപ്പോൾ 1 2 അത് കൂടുതൽ സ്റ്റോക്ക് ചെയ്യില്ല. 2 വെക്കുള്ളൂ. 1 മൂക്കുള്ളത് 1 വണ്ടിയിലുണ്ടാവും. എന്റെ വണ്ടിയിൽ അധികം അങ്ങനെ മൂവിയാത്ത സാധനം. പക്ഷെ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്ത സ്ഥലത്തൊക്കെ ലേഡീസ് എസ്പെഷ്യലി കൂടുതൽ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങളോട് എനിക്കുള്ള റിക്വസ്റ്റ്, ഞാൻ പുരുഷന്മാരൊക്കെ പറഞ്ഞ നേരത്തെ വെൽഹാർട്ട് എന്റെ റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള എനിക്ക് തോന്നുന്നത് 80% 90% ലേഡീസ് ആണത്. നിങ്ങളോടുള്ള റിക്വസ്റ്റ് ഈ 2 പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കണം. ഒന്ന് പ്രൈവി വാഷ്, മറ്റൊന്ന് നമ്മുടെ സാനിറ്ററി പാഡ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പീരീഡ്സുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഒരു 400 പീരീഡ്സ് ഉണ്ടാവും ഒരു സ്ത്രീയെ സംബന്ധിച്ച ശരാശരി. ഇല്ലേ? 400 ഉണ്ടാവാം. ഒരു 8 പേഡ് 10 പേഡ് കൂട്ടിക്കാം. ഇതിനകത്ത് 10 ഉണ്ടാവും. അപ്പോ 400 പാക്ക് തന്നെ നിങ്ങൾ കൂട്ടിക്കോ. 10 ദിവസം ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കൂട്ടിക്കോ. 200 പാക്കിന്റെ വില മൊത്തം കൂട്ടുക. അതിനേക്കാൾ കുറവാണോ ക്യാൻസർ ചികിത്സക്ക് വേണ്ടതെന്ന് ആലോചിച്ചാൽ മാത്രം മതി. നിങ്ങൾ 200 പേഡിന്റെ വിലനേക്കാൾ കുറവാണോ നിങ്ങൾക്കൊരു ക്യാൻസർ വന്നാൽ ചികിത്സിക്കാൻ വേണ്ടി വരിക എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഏത് ഉപയോഗിക്കണം നിങ്ങളെ തീരുമാനം. ഓക്കെ. ഏതായാലും ഇനി അടുത്തൊരു പ്രൊഡക്റ്റ്